ബോക്സ് ആണ്. ഐ കോഫി നമുക്ക് പാക്കറ്റ് ആയിട്ടാണ് വരിക. പാക്കറ്റ് ആയിട്ട് നമുക്ക് വരുന്നു. ജസ്റ്റ് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഈ ഓപ്പണിങ്ങിലാണ് നമുക്ക് എന്ത് വരുന്നത്, പാക്കറ്റ്സ് വരുന്നത്. ഇങ്ങനെയുള്ള 50 പാക്കറ്റ്സ് ആണ് നമുക്ക് എന്തുണ്ടാവുക, നമ്മളെ ഈ ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് പാക്കറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഐ കോഫി 2 തരത്തിൽ അവൈലബിൾ ആണ്. എല്ലാ ക്രീമറും അവൈലബിൾ ആണ്, ബ്ലാക്കും അവൈലബിൾ ആണ്. ഇത് ഐ കോഫി ക്രീമറാണ്. ഇനി ഇതിൻ്റെ ബാക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ആയുഷിൻ്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ആണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഹലാൽ സർട്ടിഫിക്കേഷൻ അതിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കണം. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു കാര്യം. ആയുഷിൻ്റെ പ്രീമിയം സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ലോഗോ ഓരോ പ്രൊഡക്റ്റിന് മേലെയും കൊടുക്കും. 100% നാച്ചുറൽ, ക്ലിനിക്കലി ടെസ്റ്റഡ്, അതുപോലെ തന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ. ഇത്രയും ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ്, പിന്നെ ക്ലിനിക്കലി ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഓരോ പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നത്. ഇത് നമ്മളെ സാൽസിറ്റാൽ എന്ന് പറയുന്ന ഏകനായകത്തിൻ്റെ കണ്ടൻസിനെ കുറിച്ചും ക്ലിനിക്കൽ ട്രയൽസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഓരോ ബോക്സിൻ്റെ സൈഡിലും കൊടുക്കും. അതുകൊണ്ടാണ് നമുക്കിത് ശരിക്കും എക്സ്പോർട്ടിങ്ങിന് പോലും ഗൾഫ് രാജ്യങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് കൊടുത്തയക്കാനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് അതിലുള്ളത്. ഒന്ന്, ഇതിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കോഫി ബീൻസ്, കാപ്പിക്കുരു അല്ലെങ്കിൽ വരുന്നത് കർണാടകയിലെ കൂർഗ് റീജിയനിലുള്ള കോഫി ബീൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ഹൈ ക്വാളിറ്റി. ആ സംഭവം നമ്മളിപ്പോൾ കിച്ചണിൽ നമ്മളൊരു കോഫി പ്രിപ്പയർ ചെയ്താൽ അത് ശരിക്കും നമ്മളെ ഡൈനിങ് ഹാളിൽ വരെ നമുക്ക് എന്ത് വരും, അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ വരെ സ്മെല്ല് കിട്ടും. അത്രയും കോഫിയുടെ ക്വാളിറ്റിയുള്ള ഒരു സ്മെല്ല് നമുക്ക് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ടാവും പിക്ചറിൽ. ഏകനായകം അല്ലെങ്കിൽ സപ്തരംഗ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളെ നാട്ടിൽ ഒരുപാട് ചെടികളായിട്ടൊക്കെ ഏകനായകം പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ആയുർവേദ സംഹിതകളിൽ, ചരക സംഹിത പോലുള്ള ആയുർവേദത്തിൻ്റെ അമൂല്യ ഗ്രന്ഥങ്ങളിൽ അതിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചൊരു കാര്യമാണ്. എന്താ പറയുക, ഏകനായകമാണ് ശരിക്കും നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനും ആ ക്വാളിറ്റി ലൈഫിനെ ഇംപ്രൂവൈസ് ചെയ്യാനും ഏറ്റവും നല്ലത് ഏകനായകത്തിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചത് ഒരു അഡ്വാൻസ്ഡ് ആയുർവേദ പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഏകനായകത്തിൻ്റെ ആക്റ്റീവ് മോളിക്യൂൾസിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ സത്ത്, ആ ഇൻഗ്രീഡിയൻസ്, ആ എക്സ്ട്രാക്റ്റ് ആണ് ശരിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏകനായകമാണ് നമ്മുടെ ഷുഗർ ലെവലിനെ മെല്ലെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. കൂടാതെ ഇതിൽ കബിക്കച്ചു അല്ലെങ്കിൽ നായക്കൊന്ന പരിപ്പ് അല്ലെങ്കിൽ മിക്യുന പ്ലൂരൻസ് എന്ന് പറഞ്ഞൊരു കണ്ടന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിൽ എനർജി ലെവൽ നിലനിർത്തും. ഷുഗർ